രാവിലത്തെ പലഹാരമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. ഇതുണ്ടോ, നല്ല സോഫ്റ്റാണ്. അതിൻ്റെ കൂടെ നമുക്കുള്ളത് ഈ ഒരു സാമ്പാറാണ്. സാമ്പാർ ഉള്ളി സാമ്പാറാണ് കേട്ടോ. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തക്കാളി, വെളുത്തുള്ളി, പരിപ്പ് വേവിച്ചിട്ട് സവാള മുറിച്ചിട്ടിട്ട് ഉണ്ടാക്കുന്ന നല്ലൊരു അടിപൊളി സാമ്പാറാണ്. അപ്പം ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചായൻ്റെ കൂടെ തന്നെ ഇവിടെ നെയ്യപ്പം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ പണ്ട് കാലം തൊട്ട് തന്നെ പ്രചാരത്തിലുള്ളൊരു പലഹാരമാണ് ഈ നെയ്യപ്പം എന്ന് പറയുന്നത്. പല കഥകളിലും നാടോടി കഥകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം. അതും വിറകടുപ്പിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ വിറകടുപ്പിൽ നെയ്യപ്പം ഉണ്ടാക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നല്ല വേവൊക്കെ കിട്ടാൻ ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ. മറ്റേ വിറകടുപ്പിൽ ഉണ്ടാക്കുമ്പോഴേ ഈ തീയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു രീതിയിൽ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഗ്യാസിലാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ടേസ്റ്റ് പക്ഷേ ഇതാണ് കേട്ടോ, ഈ ഒരു രീതിയിൽ പഴയ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പം നെയ്യപ്പം മാത്രമല്ല പഴം നിറച്ചതുണ്ട്. അപ്പോൾ വിരുന്ന് പോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ആരോ വിരുന്നിന് പോകാൻ വേണ്ടിയിട്ട് പഴം ഇതുപോലെ ഫുള്ളായിട്ട് മാവ് മുക്കിയിട്ട് ആ ഒരു രീതിയിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. രണ്ട് രീതിയിലും പൊരിക്കാറുണ്ട്.